So once again, welcome back to our YouTube channel EduTutor. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർത്ത് സെമിസ്റ്ററിൽ BSc സ്റ്റുഡൻസിൻ്റെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ വാർ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിലോട്ട് പോകുന്നതിനെക്കാട്ടിലും മുന്നേ നമുക്കതിൻ്റെ ഷോർട്ട് സമ്മറി ഒന്ന് അനലൈസ് ചെയ്യാം. ഈ സ്റ്റോറി ശരിക്കും ബേസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് കുറേ സോൾജേഴ്സിന് ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ആ സോൾജേഴ്സിനെ ഒക്കെ നമ്മുടെ വീടുകളിൽ നിന്നും ഇവരുടെ വീടുകളിൽ നിന്നുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറേ യുവജനങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറേ പേര് മരിച്ചു പോവുകയാണ്, കുറേ പേർക്കൊക്കെ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോയാലും ഇവർ തിരിച്ച് വീട്ടിലോട്ട് വരുന്നില്ല. അതൊക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. 1918 എന്താ പറയുക, പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. നിങ്ങൾക്കറിയാം 1914 മുതൽ 1918 വരെയാണ് നമ്മുടെ വേൾഡ് വാർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 1918 നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്റർ നടക്കുന്നത് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന കുറച്ച് പാസഞ്ചേഴ്സും അവരുടെ കോൺവെർസേഷൻസൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എടുത്തു പറയാനായിട്ടുള്ളത് റോമിലേക്ക് ഒരു കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും അവർ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് പാസഞ്ചേഴ്സ് വേറെ ഉണ്ട്. ഒരു 5 പാസഞ്ചേഴ്സിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഈ ഹസ്ബൻഡ് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അവരുടെ അവർക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. ആ മകനെ ഇങ്ങനെ വാറിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ മറ്റുള്ളവരും അവരുടെ വീടുകളിൽ നിന്നും ഇതുപോലെ ഒത്തിരി പേരെ വാറിൻ്റെ ആവശ്യത്തിനായിട്ട്, യുദ്ധത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ ഓൾറെഡി മരിച്ചു പോയി, വീട്ടിൽ നിന്നും യുദ്ധത്തിലേക്കായിട്ട് പോയവരാണ്. പക്ഷെ അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ പോകുന്ന കപ്പിളാണെങ്കിൽ ഇനി അവരെ കാണാൻ പറ്റുമോ എന്നറിയില്ല. അപ്പം സ്വന്തം മോനെ കാണാനായിട്ട് പോവുകയാണ്. അവൻ യുദ്ധത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇറങ്ങുന്നതിനേക്കാട്ടിലും മുന്നായിട്ട് അവൻ ഒരു നോക്ക് കാണാനായിട്ട് പോകുന്ന ഒരു കപ്പിളിൻ്റെ അവസ്ഥയാണ് ശരിക്കും ഇതിൽ ചിത്രീകരിക്കുന്നത്. ഇതിൽ തന്നെ വേറെയും ആൾക്കാർ അവരവരുടെ അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സാരം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. War is a short story written by Luigi Pirandello. He was an Italian dramatist, novelist, poet and short story writer. He received the Nobel Prize in 1934. The story has taken place during the First World War, which lasted from 1914 to 1918. It was fought between the Allied powers and the Central powers. The Allied powers were France, the UK, Russia, the US, Italy and Japan. The Central powers consists of Germany, Austria, Hungary, the Ottoman Empire and Bulgaria. ലൂയിജി പിരൻഡെല്ലോ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് വാർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ഡ്രാമാറ്റിസ്റ്റും നോവലിസ്റ്റും പോയറ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമാണ്. 1934 ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്കറിയുന്നത് പോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത് 1914 മുതൽ 1918 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ ഇത് ആര് തമ്മിലാണ് ഈ ഫസ്റ്റ് വേൾഡ് വാർ നടന്നത്? 2 പവേഴ്സ് തമ്മിലാണ്. അപ്പോൾ ആരൊക്കെയാണ് ഈ 2 പവേഴ്സ്? ഒന്ന് അലീഡ് പവേഴ്സും 2 സെൻട്രൽ പവേഴ്സും. ഈ അലീഡ് പവേഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില രാജ്യങ്ങളാണ് ഫ്രാൻസ്, UK, റഷ്യ, US, ഇറ്റലി ആൻഡ് ജപ്പാൻ. സെൻട്രൽ പവേഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള രാജ്യങ്ങളാണ് ജർമ്മനി, ഓസ്ട്രിയ, ഹംഗാരി, ഓട്ടോമൻ എംപയർ ആൻഡ് ബൾഗേറിയ. The story was published in 1918. The story begins by a stuffy and smoky second-class night express comes from Rome to Sulmona,
reaches at the Fabriano station. A couple enters the night train to Rome early in the morning in 1918. There were 5 people who already spent their night in the train. The woman looked fat and sad. The passengers helped her to get a place. The husband asks her if she all right, but she does not respond. 1918 ഈ ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു നൈറ്റ് എക്സ്പ്രസ് ഇങ്ങനെ വരികയാണ്. അതിൻ്റെ അത് ഫാബ്രിയാനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ നിർത്തിയിടുകയാണ്. ആ സമയത്ത് ഒരു കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡും വൈഫും അവർ ട്രെയിനിലോട്ട് കയറുകയാണ്. അപ്പോൾ വൈഫിനെ കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പറയുന്നുണ്ട്. വൈഫ് ഷീ ലുക്സ് സാഡ് ആൻഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് തടിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അതുപോലെ ആളുടെ മുഖം ഭയങ്കരമായിട്ട് വിഷമത്താൽ സങ്കടത്താൽ ഇരിക്കുന്ന ഒരു മുഖഭാവമാണ് കാണിക്കുന്നത്. ഇനി ഈ സ്ത്രീയുടെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ തന്നെ പാസഞ്ചേഴ്സ് എല്ലാവരും അവൾക്ക് ഇരിക്കാനായിട്ട് സ്ഥലം കൊടുക്കുന്നുണ്ട്. അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹസ്ബൻഡ് വൈഫിനോട് ചോദിക്കുന്നുണ്ട്, എടി നീ ഓക്കെ ആണോ? ഈ ചോദിക്കുന്ന ചോദ്യത്തിന് അവളൊരു റെസ്പോൺസും നൽകുന്നില്ല, ഒരു മറുപടിയും നൽകുന്നില്ല. The husband sadly explains his condition to other passengers that their only son is being sent to war in 3 days and they are going to meet him. Another passenger says that you have sent only one son. I have sent my 2 sons and 3 nephews. They have already sent them to the war. He means that many of their people are sent to the war, whereas you have sent only one son. Both of their conversation is all about who have sacrificed the most. അങ്ങനെ ട്രെയിനൊക്കെ പോകാനായിട്ട് തുടങ്ങി. ഇവർ സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഹസ്ബൻഡ് ഈ കപ്പിൾ എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഹസ്ബൻഡും വൈഫും. അപ്പോൾ അതിലത്തെ ഈ ഹസ്ബൻഡ് അദ്ദേഹം സംസാരിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ അദ്ദേഹം ഇവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ആരുമായിട്ട്? ഓൾറെഡി നമ്മളുടെ ഈ ട്രെയിനിൽ 5 പേര് ഇവർക്ക് മുന്നേ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 5 പേരുടെ കൂടെയാണ് ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരോടാണ് ഇദ്ദേഹം ഇങ്ങനെ പങ്കുവയ്ക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ. ഇനി എന്താണ് ഇദ്ദേഹത്തിൻ്റെ വിഷമം? അദ്ദേഹത്തിന് ഒരേ ഒരു മകനേ ഉള്ളൂ. ആ മകനെ ഈ ഫസ്റ്റ് വേൾഡ് വാറിലോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 3 ദിവസത്തിനകം ആ മകൻ യുദ്ധകളത്തിലോട്ട് ഇറങ്ങും. അപ്പോൾ അതിനു മുന്നോടിയായിട്ട് ഈ കപ്പിൾസ് തൻ്റെ മകനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർക്കറിയില്ല ഇനി യുദ്ധത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമോ ഇല്ലയോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല. അപ്പോൾ അങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഈ ഹസ്ബൻഡും വൈഫും. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറൊരു പാസഞ്ചർ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന 5 പാസഞ്ചേഴ്സിൽ ഒരു പാസഞ്ചർ പറയും, ഓ നിങ്ങൾ ഒരു മകനെയല്ലേ വിട്ടിട്ടുള്ളൂ, പക്ഷെ ഞാൻ എൻ്റെ 2 ആൺമക്കളെയും അതുപോലെ തന്നെ എൻ്റെ 3 നെവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മരുമകൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എൻ്റെ 3 നെവ്യൂസിന് അയച്ചിട്ടുണ്ട് എന്ന് പറയുക. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനം അവർ ആരാണ് കൂടുതൽ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ കൺട്രിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഒരു ആശയമാണ് ഇവിടെ നൽകപ്പെടുന്നത്. The husband continues speaking that you have 2 sons for the war. In case if one son dies in the war, you will have another son left to comfort you. But he responds that it is the most painful thing to live with the pain of losing one son and live for the other son who is alive. He cannot even commit suicide because he has to live for the son who is living. But you have no much worry. If you lose your son, you can choose life or death. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അവരുടെ വിഷമങ്ങൾ കമ്പയർ ചെയ്യാണ്. ആരുടെ വിഷമമാണ് വലുത് എന്നുള്ള രീതിയിൽ. ഇപ്പോൾ ഒരാൾ പറയുകയാണ്, ഈ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഇദ്ദേഹം പറയാണ്, നിനക്ക് 2 ആൺമക്കളുണ്ടല്ലോ,
അതിൽ രണ്ടുപേരെയും നീ യുദ്ധത്തിലേക്ക് വിട്ടു. ഒരാൾ അഥവാ മരിച്ചു പോയിന്നിരിക്കട്ടെ, എങ്കിലും നിനക്കൊരു കംഫേർട്ടായിട്ട്, നിനക്കൊരു സന്തോഷം ഉണ്ടാവാനായിട്ട് നിൻ്റെ ജീവിതത്തിൽ വേറൊരു സൺ നിനക്ക് ബാക്കിയുണ്ടല്ലോ. ഒരു മകൻ മരിച്ചാലും ഇനിയൊരു മകൻ നിനക്കുണ്ടായിരിക്കുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റേ ആൾ പറയുന്നത് എന്താ, എനിക്ക് 2 ആൺമക്കളുണ്ട്, അതിൽ ഒരാൾ മരിച്ചിട്ട് ഒരാൾ അവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അതിനേക്കാട്ടിലും വലിയൊരു ദുഃഖം ഇനി എനിക്കില്ല, ഉണ്ടാവാൻ പോണില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം അദ്ദേഹം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മകന് വേണ്ടിയിട്ട്, ജീവിച്ചിരിക്കുന്ന ഒരു മകനുണ്ടല്ലോ, ഒരാൾ മരിച്ചു പോയിട്ട് ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ജീവിച്ചിരിക്കുന്ന മകന് വേണ്ടിയിട്ട് ജീവിതകാലം മുഴുവൻ ഞാൻ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മരിച്ചു പോയ മകനെ ആലോചിച്ചിട്ട് വേണം എനിക്ക് ജീവിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ജീവിതം ഇനി സന്തോഷമുള്ളതായിരിക്കുമോ? ഒരിക്കലുമില്ല. ആ ഒരു ദുഃഖം ഞാൻ മരണം വരയ്ക്കും ആ ഒരു ദുഃഖം ഇങ്ങനെ പേറിക്കൊണ്ട് ഇങ്ങനെ നടക്കണം. ഓക്കെ. അതുപോലെ അദ്ദേഹം പറയുന്ന വേറൊരു വാചകമുണ്ട്. അതുമാത്രമല്ല, എനിക്കൊന്ന് മരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, എനിക്കൊന്ന് സൂയിസൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പോലും എനിക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മകൻ ജീവിച്ചിരിപ്പുണ്ട്, അവന് വേണ്ടി എനിക്ക് ജീവിക്കണം. അതേസമയം താങ്കളുടെ കാര്യം അങ്ങനെയല്ല. തനിക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. അഥവാ ആ മകൻ മരിച്ചു പോയെന്നിരിക്കട്ടെ യുദ്ധത്തിന് പോയി കഴിയുമ്പോൾ, അപ്പോൾ തനിക്ക് പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. തനിക്ക് ജീവിക്കണമെങ്കിൽ ജീവിക്കാം, മരിക്കണമെങ്കിൽ മരിക്കാം. ലൈഫിൽ എന്ത് വേണമെങ്കിലും തനിക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ ഹു ഈസ് ദ ബിഗ്ഗർ സഫറർ ബിറ്റ്വീൻ ദ ടു? Another passenger breaks in with his question. He consoles them, saying, "Those children does not belong to them. They have their own interest. They may love their country and ready to sacrifice their life for the country. They don't want you to cry because they are happy to die for the country. He is a man who lost his own son fighting for the country." While talking, he stops there, his lips trembling, his eyes watery. The other passengers listen to him and agree with him. ഇവിടെ ഇവർ രണ്ടുപേരും, ഈ ഹസ്ബൻഡും മറ്റേ പാസഞ്ചറും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കെ വേറെ മൂന്നാമത്തെ ഒരു പാസഞ്ചർ സംസാരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ആരാണ് കൂടുതൽ സഫർ ചെയ്യുന്നത്, ഇങ്ങനെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്? എന്നിട്ട് അദ്ദേഹം ഇവരെ ഒന്ന് കൺസോൾ ചെയ്യാനൊന്ന് ആശ്വസിപ്പിക്കാനായിട്ട് കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, നിങ്ങളിതൊന്നും ആലോചിച്ച് നിങ്ങളുടെ മക്കളെ ആലോചിച്ചിട്ട് ഒത്തിരി വിഷമിക്കേണ്ട അല്ലെങ്കിൽ കരയേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം അത് അവരുടെ ജീവിതമാണ്. അവർക്ക് അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ ഇഷ്ടത്താലാണ് ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോയിട്ടുള്ളത്. യുദ്ധത്തിന് വേണ്ടി പോവുക എന്ന് പറയുന്നത് അവർക്ക് അവരുടെ രാജ്യത്തോടുള്ള സ്നേഹത്തെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ രാജ്യസ്നേഹത്തെ പ്രതിയാണ് അവരുടെ രാജ്യത്തിന് വേണ്ടി ഈ യുദ്ധത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ അവർ മരിക്കാനായിട്ടും തയ്യാറായിക്കൊണ്ടാണ് പോയിട്ടുള്ളത് എന്നൊക്കെ പറയുകയാണ്. ഇനി ഈ വ്യക്തി ആരാണ് എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്, ഈ മൂന്നാമത്തെ പാസഞ്ചർ ഉണ്ടല്ലോ, ഇദ്ദേഹത്തിന് ഓൾറെഡി ഒരു മകൻ ഉണ്ടായിരുന്നു. ആ മകൻ ഇതുപോലെ ഫസ്റ്റ് വേൾഡ് വാറിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ യുദ്ധത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ദുഃഖത്തിൽ തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷെ ആ സമയത്ത് ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുകയായിരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അദ്ദേഹത്തിന് പെട്ടെന്ന് വിഷമം വരികയാണ്. അദ്ദേഹത്തിൻ്റെ ചുണ്ടുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കാനും കണ്ണുകളിൽ നിന്നൊക്കെ വെള്ളം വരാനൊക്കെ തുടങ്ങി. പിന്നെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പാസഞ്ചേഴ്സിന് ഇദ്ദേഹം പറയുന്നതെല്ലാം ശരിയാണ് എന്ന് ഉൾക്കൊള്ളാനായിട്ട് ഒരു കഴിയുന്ന മനോഭാവമുണ്ട്. നമ്മളുടെ ഈ എസ്സേയുടെ ഫൈനൽ പാരഗ്രാഫിലോട്ട് ഞാൻ പോവുകയാണ്. അതിനു മുന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ തന്നെ അറിയിക്കണം. ഡൗട്ട്സോ മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്, ഒരു മടിയും കാണിക്കരുത്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.
The wife, who was sad, felt comfortable with the man's words. The man continues talking of the heroic death of his son for the country. All the other passengers congrats him for his strength and brave nature. The wife asked the man, "Then, is your son really dead?" Because she could not imagine a young man dying for the love of our country as a sacrifice. The man wants to answer her, but he could not, because he realizes that his son is no more and weeps uncontrollably. ഇവിടെ ഈ കപ്പിൾസിൽ ഈ വൈഫിൻ്റെ ക്യാരക്ടർ ഓൾറെഡി നമ്മൾ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ കയറുന്ന സമയത്ത് വൈഫിന് വളരെയധികം സാഡ് ഫീലിങ്സ് ആയിരുന്നു ഫേസിലുള്ളത്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വൈഫ് ഇത്രയും വിഷമിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ ഈ വൈഫ് ഈ തേർഡ് പാസഞ്ചർ പറയുന്ന അല്ലെങ്കിൽ ഓൾഡ് മാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ട് അവൾക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക അവൾക്ക് പെട്ടെന്നൊരു സംശയം വരികയാണ്. ആ സംശയം അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അവൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: താങ്കളുടെ മകൻ ശരിക്കും മരിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ ഇദ്ദേഹം ശരിക്കും ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ ചോദ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഭയങ്കര വിഷമം തോന്നുകയാണ്. ആ വിഷമം തോന്നിയിട്ട് അദ്ദേഹം പൊട്ടി പൊട്ടി കരയാണ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് കരയുന്നു. പിന്നെ അദ്ദേഹത്തിന് വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല. അദ്ദേഹത്തിന് പറയണം എന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല. അദ്ദേഹം കംപ്ലീറ്റ്ലി കരച്ചിലാണ്. ഓക്കെ, ഇനി ഇതിനിടയിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ മൂന്നാമത്തെ പാസഞ്ചർ തൻ്റെ മകനെ കുറിച്ചിട്ടൊരു ഹീറോയിക് നേച്ചറായിട്ടാണ് ഇദ്ദേഹം ചിത്രീകരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള പാസഞ്ചേഴ്സൊക്കെ ഇദ്ദേഹത്തിനെയും ഈ മൂന്നാമത്തെ പാസഞ്ചറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മകൻ മരിച്ചു, പക്ഷേ ഇത്രയും ബ്രേവായിട്ട് ഇദ്ദേഹത്തിന് നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. ഇദ്ദേഹം പതറുന്നില്ല സംസാരത്തിൽ. മറ്റുള്ളവരെ കംഫർട്ടബിൾ ആക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിനുള്ള രാജ്യസ്നേഹത്തെക്കുറിച്ചും ഇവിടെ നമുക്ക് എടുത്ത് പറയാനുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ അടങ്ങിയിട്ടുള്ളത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ബൈ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ. വൺസ് അഗെയിൻ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്.